അമേരിക്ക പോലുള്ള യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പുതിയ തലമുറ അവർ ഒരു അഭയമായി കാണുന്നത്, ആശ്രയമായി കാണുന്നത്, അവരുടെ ബുദ്ധിപരമായ ചോദ്യങ്ങൾക്ക് സംതൃപ്തമായ ഉത്തരം ലഭിക്കുന്ന ഒരു ഇടമായി കാണുന്നത് ഇസ്ലാമിനെയാണ്. ഇത്രയേറെ സവിശേഷമായ ഒരു പ്രവാചക ജീവിതം എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത്? നമ്മുടെ രാജ്യം ഇന്ന് ലോകത്ത് മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ നാണം കെട്ടുപോയത്, അപമാനിക്കപ്പെട്ടത് മറ്റൊന്നുകൊണ്ടല്ല, പ്രവാചക നിന്ദയുടെ പേരിലാണ്. എന്തുകൊണ്ടാണ് പ്രവാചകൻ നിന്ദിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇസ്ലാമോഫോബിയ വാർത്തകൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗവേഷണാത്മകമായ പഠനങ്ങൾ നടത്തിയിരിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവർ അതിന് പറഞ്ഞിരിക്കുന്ന ചില കാരണങ്ങൾ, പ്രസക്തമായ 3-4 കാര്യങ്ങൾ പറയാം. അതിൽ ഒന്ന്, ഇസ്ലാമിനെ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു ഉത്തരമായി പറയുന്നത്, ഗൾഫ് രാജ്യങ്ങളിൽ അഥവാ മുസ്ലിം രാജ്യങ്ങൾക്കുണ്ടായിരിക്കുന്ന സാമ്പത്തികമായ അഭിവൃദ്ധിയും വളർച്ചയും ലോകത്തിന്റെ ശ്രദ്ധ പശ്ചിമേഷ്യയിൽ അഥവാ ഗൾഫ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവഗണിക്കാൻ കഴിയാത്തൊരു സാമ്പത്തിക ശക്തിയായി പെട്രോളിന്റെ, ഡീസലിന്റെ ഉൽപാദനത്തോടുകൂടെ ഗൾഫ് രാജ്യങ്ങൾ മാറി. ഇത് പലരെയും അസ്വസ്ഥപ്പെടുത്തി, പലരെയും ഭയപ്പെടുത്തി. ഇങ്ങനെ മുസ്ലിം രാജ്യങ്ങൾ സാമ്പത്തികമായി വളർച്ച നേടുമ്പോൾ, ശക്തി പ്രാപിക്കുമ്പോൾ, വരും കാലത്ത് ലോകത്തിന്റെ ഭാവി ഇസ്ലാമിൻ്റെതാണ് എന്ന ചിന്തയിൽ നിന്ന് ചില ആളുകൾ ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി എന്നതാണ് ഒരു നിരൂപണം. മറ്റൊന്ന് പറയുന്നത്, അമേരിക്ക പോലുള്ള യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പുതിയ തലമുറ അവർ ഒരു അഭയമായി കാണുന്നത്, ആശ്രയമായി കാണുന്നത്, അവരുടെ ബുദ്ധിപരമായ ചോദ്യങ്ങൾക്ക് സംതൃപ്തമായ ഉത്തരം ലഭിക്കുന്ന ഒരു ഇടമായി കാണുന്നത് ഇസ്ലാമിനെയാണ്. അതുകൊണ്ട് തന്നെ ഭൗതിക വാദങ്ങളിലേക്ക്, ഭൗതിക ഇസങ്ങളിലേക്ക് ചേക്കേറിയ ഒരു തലമുറയുടെ പിൻഗാമികൾ ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളിലൂടെ സഞ്ചാരം നടത്തി, ഒരുപാട് മതങ്ങളിലൂടെ കയറിയിറങ്ങി അവസാനം അവർ അന്വേഷിച്ച ഉത്തരമായി കണ്ടെത്തുന്നതും സ്വീകരിക്കുന്നതും ഇസ്ലാമാണ്. ഇങ്ങനെ പോകുമ്പോൾ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒക്കെ ജനസംഖ്യയിൽ ഗണ്യമായ ഭാഗം ഭാവിയിൽ മുസ്ലിങ്ങളായി മാറും, അവരുടെ മതം ഇസ്ലാമായി മാറും എന്ന ഒരു ഭയത്തിൽ നിന്ന്, ചിന്തയിൽ നിന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ ഒരു നിരൂപണം. മൂന്നാമതായി പറയുന്നത്, ലോകത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ലോകത്ത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ പ്രതിസന്ധികൾ ചിലപ്പോൾ പ്രാദേശികമായ, അന്തർദേശീയമാകാം. ലോകത്തുണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് ലോകം ഒരു മതത്തെ പരിഹാരമായി കാണുന്നുണ്ട് എങ്കിൽ, പരിഹാരമായി ഒരു മതത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിനെയാണ്. ഇടക്കാലത്ത് ലോകത്തെ പിടിച്ചുകുലുക്കിയിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒരു മതത്തിന്റെ മേഖലയിൽ നിന്ന് പരിഹാരം നിർദ്ദേശിച്ചത് മുസ്ലിങ്ങളല്ലാത്ത സാമ്പത്തിക വിദഗ്ധന്മാർ പോലും ഇസ്ലാം പറയുന്ന പലിശരഹിത വായ്പ സംവിധാനമാണ്, പലിശരഹിത സാമ്പത്തിക സംവിധാനമാണ് ഇതുപോലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ലോകത്തെ രക്ഷപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായത് എന്ന് വലിയ വലിയ ഉച്ചകോടികളിൽ വരെ പരസ്യമായി പറയുകയുണ്ടായി. അപ്പോൾ ലോകം അഭിമുഖീകരിക്കുന്ന ആനുകാലികമായ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നത്, പരിഹാരം തേടുന്നത് ഇസ്ലാമിൽ നിന്നാണ് എന്നത് ഇസ്ലാമിനെതിരെ ചില ആളുകൾക്ക് രോഷമുണ്ടാകുവാനും വിമർശനങ്ങൾ ഉന്നയിക്കുവാനും കാരണമാകുന്നു. നാലാമത്തെ ഒരു നിരൂപണമായി പറയുന്നത്, മുതലാളിത്തം എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ, കണക്കുകൂട്ടിയതിനേക്കാൾ എത്രയോ അപ്പുറത്താണ്, അപകടമാണ്. ലോകത്തെ ഇന്ന് നിയന്ത്രിക്കുന്ന രാജ്യം അമേരിക്കയാണ് എങ്കിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ഇസം അത് ക്യാപിറ്റലിസമാണ്, അഥവാ മുതലാളിത്തമാണ്. മുതലാളിത്തം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് എത്ര പണമുണ്ടാക്കാം, എത്രയും പണമുണ്ടാക്കാം, എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെയും ഉണ്ടാക്കാം. സർവതന്ത്ര സ്വതന്ത്ര മേഖലയിലൂടെ ഒരു വ്യക്തിക്ക് എത്രയും പണമുണ്ടാക്കാം, എങ്ങനെയും പണമുണ്ടാക്കാം. അതിൽ പിന്നെ ഹലാല്, ഹറാമ്, ഇത് പാടുണ്ട്, ഇത് പാടില്ല, അങ്ങനെയൊന്നുമില്ല. അതിന് ഏത് മാർഗവും സ്വീകരിക്കാം. അതുകൊണ്ട് തന്നെ മുതലാളിത്തം ഇന്ന് അവരുടെ വരുമാനത്തിന്റെ മാർഗങ്ങളായി കാര്യമായി സ്വീകരിച്ചിരിക്കുന്ന ഒന്ന് പലിശയാണ്, രണ്ടാമത്തേത് മദ്യമാണ്, മദ്യവ്യാപാരം, മൂന്നാമത്തേത് സ്ത്രീ ശരീരമാണ്, നാലാമത്തേത് ആയുധ നിർമ്മാണവും അതിൻ്റെ വിതരണവുമാണ്. മുതലാളിത്തം ഏറ്റവും കൂടുതൽ കാശ് വാരിക്കൂട്ടുന്ന ചില മേഖലകളായി പറഞ്ഞത്. ഈ പറയുന്ന വിഷയത്തെ മുതലാളിത്തം മുന്നോട്ട് വെക്കുന്ന ഇങ്ങനെയുള്ള ആശയങ്ങളെയും അതിന്റെ നിലപാടുകളെയും തുറന്നെതിർക്കുവാനും ബദൽ സംവിധാനം നിശ്ചയിക്കുവാനും
ഇസ്ലാമിനാണ് സാധിക്കുന്നത്, ഇസ്ലാമിന് മാത്രമേ സാധിക്കുന്നു എന്നുള്ളത് മുതലാളിത്തത്തെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ള പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ ഇതിനോട് രാജിയാവുകയാണ്. സ്വവർഗ ലൈംഗികത കുഴപ്പമില്ല എന്ന് മാർപ്പാപ്പ പോലും ഫത്വ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇസ്ലാമിക പണ്ഡിതന്മാർ അതിനെ ശക്തമായി എതിർക്കുന്നു. ആയുധ നിർമ്മാണത്തിന്റെ മത്സരത്തിലാണ് മുതലാളിത്ത ലോകങ്ങൾ. ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന 4000-ലേറെ വൈവിധ്യങ്ങളായ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അമേരിക്കയുണ്ട്, തൊട്ടുപുറകിൽ റഷ്യയുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പ്രവാചകനാണ് അതിന്റെ അടിസ്ഥാനം. ആ കാഴ്ചപ്പാട് എന്താണ്? ആയുധങ്ങൾ സൂക്ഷിക്കാനല്ല, ആയുധങ്ങൾ നിർമ്മിക്കാനല്ല. പ്രവാചകൻ പഠിപ്പിച്ച് നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടാൻ പോലും ആഗ്രഹിക്കരുത് എന്നാണ്. മുതലാളിത്തം ശത്രുവിനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയും ശത്രുവിനെ ചൂണ്ടിക്കാണിക്കുകയും ശത്രുവായി മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നവനെ ഉന്മൂലനാശം നടത്തുന്നതിനു വേണ്ടി സർവ്വവിധ ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ലോകത്തിന് തന്നെ ഭീഷണിയാകുന്ന മുതലാളിത്ത ചിന്തയെ നട്ടെല്ലോടുകൂടെ ചോദ്യം ചെയ്ത് അതിനെ എതിർക്കുവാനുള്ള ത്രാണി, അതിന് ബദൽ സംവിധാനം പറയുവാനുള്ള സംവിധാനം ഇസ്ലാമിൽ മാത്രമാണ്. അതുകൊണ്ട് ചില ആളുകൾ ഭയപ്പെടുന്നു, ഇസ്ലാമിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകൂല, വിമർശിക്കണം. അപ്പോൾ ആശയത്തെ ആശയപരമായി നേരിടാൻ കഴിയാത്തത് കൊണ്ട് ആ വിമർശനങ്ങൾ കുറെ ആരോപണങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്ന, പ്രവാചകനെ നിന്ദിക്കുന്ന പ്രവണതകൾ കൂടി വരുന്നത്. ഒരു കാലഘട്ടത്തിൽ മതവിമർശനം, പ്രവാചക വിമർശനം മതവിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് ആ ഒരു തലത്തിൽ മാത്രമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രവാചക വിമർശനം അല്ലെങ്കിൽ ഇസ്ലാം വിമർശനം എന്നത് ഒരു വർഗീയതയുടെ മാനത്തേക്ക് മാറിയിരിക്കുന്നു. ആദ്യം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു, ആ വെറുപ്പ് പിന്നീട് ശത്രുതയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. വെറുപ്പിൽ നിന്ന് ഉണ്ടാകുന്ന ശത്രുത വർഗീയതയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്താകട്ടെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാകട്ടെ, വർഗീയതയെ ആളിക്കത്തിക്കുവാൻ ഏറ്റവും നല്ല ഒരു മരുന്നായി പ്രവാചക നിന്ദ, ഇസ്ലാം വിമർശനം മാറിയതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ബോധ്യമാകും.